അഭൂതപൂർവമായ പ്രണയാധ്യായങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ ലോകചരിത്രം. ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന അഗാധവും സന്തോഷവുമുള്ള വൈകാരിക ബന്ധമാണ് പൊതുവിൽ പ്രണയമെന്ന് കരുതപ്പെടുന്നതെങ്കിലും പ്രണയത്തിന്റെ പരമ്പരാഗത വഴികൾക്ക് പുറത്തു നിൽക്കുന്ന ചരിത്ര സംഭവങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള അത്ഭുതകരമായ പ്രണയാധ്യായങ്ങളിൽ ഒന്നാണ് നൈജൽ എന്ന കടൽ പക്ഷിയുടെ ജീവിതം. ഹൃദയം മിടിക്കാത്ത, മിഴികൾ അനക്കാത്ത, ചുണ്ടുകൾ തുറക്കാത്ത, ചിറകുകൾ വിടർത്താത്ത ഒരു കോൺക്രീറ്റ് പ്രതിമയ്ക്കായി തൻ്റെ പ്രണയവും ജീവിതവും സമർപ്പിച്ച നൈജൽ എന്ന കടൽ പക്ഷിയുടെ കഥയാണിത്. ന്യൂസിലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള മാനാദ്വീപിലെ വൈൽഡ് ലൈഫ് ജീവനക്കാർക്ക് തോന്നിയ ഒരാശയത്തിലൂടെയാണ് കഥയുടെ തുടക്കം. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരിനം മീൻറാഞ്ചി പക്ഷികളാണ് ഗാനറ്റ്. ഗാനറ്റുകളെ ദ്വീപിലേക്ക് ആകർഷിക്കുന്നതിനായി അവയുടെ കോൺക്രീറ്റ് പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി കടൽ തീരത്ത് സ്ഥാപിച്ചു. ഒന്നും രണ്ടുമല്ല, 80 രൂപങ്ങൾ. ഒപ്പം പ്രതിമകളുടെ പരിസരത്ത് ഒളിപ്പിച്ചു വെച്ച സോളാർ പവേർഡ് സ്പീക്കറുകളിൽ നിന്നും ഗാനറ്റ് പക്ഷികളുടെ ശബ്ദവും അവർ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ പക്ഷികളൊന്നും വന്നില്ല. എന്നാൽ 2013 40 വർഷങ്ങൾക്കിടെ ആദ്യമായൊരു മീൻറാഞ്ചി പക്ഷി മാനാദ്വീപിലേക്ക് പറന്നെത്തി. അവരതിനെ നൈജൽ എന്ന് വിളിച്ചു. എന്നാൽ നൈജലിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ തീരത്തു നിന്നും നൈജലിന് പറന്നുയരാനേ തോന്നിയില്ല. കാരണം എന്തെന്നല്ലേ? കടൽ തീരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ആ 80 കോൺക്രീറ്റ് പക്ഷികളിലൊന്നിൽ അവൻ്റെ കണ്ണുടക്കി. ആ മീൻറാഞ്ചി പക്ഷികളിൽ ഒരെണ്ണം അവൻ്റെ ഹൃദയം കീഴടക്കിയിരുന്നു. ഇണയ്ക്ക് മഴ കൊള്ളാതിരിക്കാൻ നൈജൽ കടൽപ്പായലും ചുള്ളിക്കമ്പുകളും കൊണ്ട് കൂടുകൂട്ടി. മഞ്ഞു പെയ്യുന്ന രാത്രികൾ അവളെ അലട്ടാതിരിക്കാൻ അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചൂട് പകർന്നു. അവളെ ചിറകുകൾ വിരിച്ച് ചേർത്തു പിടിച്ചു. സ്നേഹം തിരിച്ചു കിട്ടാതിരുന്നിട്ടും തൻ്റെ കടമ പോലെ നൈജൽ തൻ്റെ പ്രണയിനിയെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നൈജലിനെ പിന്തുടർന്ന് 3 ഗാനറ്റ് പക്ഷികൾ കൂടി മാനാദ്വീപിൽ വന്നിറങ്ങി. എന്നാൽ അവരെയെല്ലാം അവഗണിച്ച് തൻ്റെ കൂട്ടിൽ തന്നെ അവൻ ഒതുങ്ങിക്കൂടി. നീണ്ട 5 വർഷങ്ങൾ. അപ്പോഴേക്കും നൈജലിൻ്റെ കഥ ലോകമറിഞ്ഞു. പക്ഷേ 5 വർഷത്തെ പ്രണയത്തിന് ശേഷം ഏകാന്തതയോടുള്ള അവൻ്റെ പോരാട്ടം നിലച്ചു. 2018 ജനുവരി അവസാനം നിർവികാരയായ തൻ്റെ പ്രണയിനിക്കരിയിൽ നൈജൽ മരിച്ചു വീണു. നൈജലിൻ്റെ പ്രണയിനി ഇനിയും കടൽ തീരത്ത് അതേ കണ്ണുകളും ചിറകുകളുമായി ഉയർന്നു തന്നെ നിൽക്കുന്നു. പ്രണയാർദ്രമായ എത്ര ദിനരാത്രങ്ങളാണ് നൈജൽ ആ തണുപ്പിൽ കഴിച്ചുകൂട്ടിയത്. പ്രണയം അവളെ അറിയിച്ച മറുപടിക്കായി അവൻ എത്ര മണിക്കൂറുകളാവും കാത്തിരുന്നിട്ടുണ്ടാവുക. നിസ്വാർത്ഥ പ്രണയത്തിൻ്റെ പ്രതീകമായ നൈജൽ ലോകത്തിൻ്റെ പ്രണയത്തിന് എന്നും ഒരു പാഠമാണ്.